Morning, all. Good morning, ma'am. ഭയങ്കര ലേറ്റ് ആണല്ലോ എല്ലാവരും. കുറേ നേരമായിട്ട് ടീച്ചർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ അത്യാവശ്യം കുറച്ച് കയറിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇത്രയേ ഉള്ളൂ. സ്ട്രെങ്ത് കുറഞ്ഞു. ഫോർത്ത് മൊഡ്യൂളിലൊക്കെ എത്തിയപ്പോഴേക്കാണോ സ്ട്രെങ്ത് കുറവായത്? ഇങ്ങനെയാണോ? ഒരു റെസ്പോൺസ് ഇല്ല അല്ല. ഓക്കെ, വരുന്നുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബോക്സസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത് അല്ലെ? അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. ഓക്കെ, ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ. നമ്മൾ പബ്ലിക് റിലേഷൻ ഓഫീസറിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഒരു നല്ലൊരു പബ്ലിക് റിലേഷൻ ഓഫീസർ പിയാവോ ആയിരിക്കണമെങ്കിൽ എന്തെല്ലാം ക്വാളിറ്റീസ് ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കണം എന്ന്. മേ ബി നിങ്ങൾ നാളെ ഒരു പിയാവോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാം അല്ലെ? അപ്പോ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്, ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വാളിറ്റീസ് എന്ന്. ആംബിൾ കോമൺ സെൻസ്. എന്താ കോമൺ സെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ പലപ്പോഴും ഒരു കോമൺ സെൻസ് ഇല്ലേന്ന് ചോദിക്കും. ഇനി എന്താ കോമൺ സെൻസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ പറയാ? കോമൺ സെൻസ് എന്താ പറയാ മലയാളത്തില്? നമ്മൾ ജനറൽ ആയിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമില്ലേ കോമൺ സെൻസ് ഇല്ലേ? ഇതിനൊക്കെ കോമൺ സെൻസ് ഇല്ലേന്ന് ചോദിക്കും അല്ലെ? എന്താ കോമൺ സെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം സാമാന്യ ബുദ്ധി, സാമാന്യ ബോധം അല്ലെ? അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം. ഫസ്റ്റ് അതാണ് ഉണ്ടായിരിക്കേണ്ടത്. സെക്കൻഡ് വൺ, ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി. ഓർഗനൈസിംഗ് എന്ന് വെച്ചാൽ ഒരു സംഘടനാ ശേഷി ഉണ്ടായിരിക്കണമെന്ന് അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അതൊരു ഓർഗനൈസേഷൻ ആണ് അല്ലെ? അവിടെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റ്സുകളുണ്ട്, ഒത്തിരി സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഇവരെയെല്ലാം ഒരു കൺട്രോൾ ചെയ്യാനും അവരെ മാനേജ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓർഗനൈസിംഗ് കപ്പാസിറ്റി, സംഘടനാ ശേഷി ഉണ്ടായിരിക്കുക. ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. ഗുഡ് ജഡ്ജ്മെന്റ് അല്ലെ? അതായത് എന്താണ്? ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം, അതുപോലെ തന്നെ ഒബ്ജക്ടിവിറ്റി ഉണ്ടായിരിക്കണം, വസ്തുനിഷ്ഠത ഉണ്ടായിരിക്കണം. പ്രോപ്പർ മലയാളം ഞാൻ പറഞ്ഞത് ഒബ്ജക്ടിവിറ്റി, വസ്തുനിഷ്ഠത, ജഡ്ജ്മെന്റ്. നല്ല രീതിയിൽ ജഡ്ജ്മെന്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. കാരണം അയാളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുടെ പെരുമാറ്റം എങ്ങനെയാണ്, അവരുടെ പ്രവർത്തനങ്ങൾ, അതിനെയെല്ലാം ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കണം. Then ability to imagine and to appreciate. Ability to imagine. Imagine ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഇമാജിൻ ചെയ്യുക. നമ്മൾ പറയേ സങ്കല്പിക്കാനൊക്കെ ഉള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരാനും, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ പുതിയ പുതിയ ടെക്നോളജി നമുക്ക് യൂസ് ചെയ്താലോ, അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സുകൾ എന്തെങ്കിലും ഇപ്പൊ ട്രീറ്റ്മെന്റ്സിലായിട്ടുണ്ടെങ്കിലും മറ്റു ഡിപ്പാർട്ട്മെന്റുകളിൽ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ, സങ്കല്പിക്കാനായിട്ട് ഇപ്പൊ സങ്കല്പിക്കാനൊക്കെ ഒരു കഴിവുണ്ടായിരിക്കണം. ദെൻ അപ്രിഷിയേറ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ് വേണം. മറ്റുള്ളവരെ അപ്രിഷിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ എന്താ പറയുക? അഭിനന്ദിക്കണം. അതായത് ഇപ്പൊ നല്ല പ്രവർത്തനങ്ങളൊക്കെയാണ് ഒരു സ്റ്റാഫ് കാഴ്ചവെക്കുന്നതെങ്കിൽ അവരെ അഭിനന്ദിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം അല്ലെ? പലപ്പോഴും പലരിലും ഉണ്ടാവാത്ത ഒരു കാര്യമാണ് അല്ലെ? ഒരാൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുക. അത് ഏറ്റവും വലിയൊരു കാര്യമാണ് അല്ലെ? നിങ്ങൾ പറയാറുണ്ടോ അങ്ങനെ? നിങ്ങൾ പറയാറുണ്ടോ? എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അത് വളരെ നല്ല കാര്യമാണ് ചെയ്തത് പറയാറുണ്ടോ? അഭിനന്ദിക്കാറുണ്ടോ? അപ്പൊ അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. പിയാവോന് മാത്രമല്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും വേണ്ട നല്ലൊരു ക്വാളിറ്റിയാണ് അല്ലെ? എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് ടു അപ്രീഷിയേറ്റ്. Then next one, unlimited capacity for taking pain. Unlimited capacity for taking pain. അതായത് ഒരു പരിധിയില്ലാതെ ഇപ്പൊ എന്തും സഹിക്കാനായിട്ടുള്ള, പെയിനോട് ഉദ്ദേശിക്കുന്നത് എന്ത് പ്രശ്നങ്ങളെ നേരിടാനും എന്തും സഹിക്കാനായിട്ടുള്ള ഒരു കഴിവ്. ഒരു PRO എന്ന് പറയുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അതിനെ ഏറ്റെടുക്കാനായിട്ടുള്ളൊരു ടേക്കിംഗ് പെയിൻ മീൻസ് ആ ഒരു ഇതിനെ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, കപ്പാസിറ്റി ഉണ്ടായിരിക്കണം എന്ന്. ഒരു ചെറിയൊരു കാര്യം വന്നാലും പിടിച്ച്, നമുക്കൊരു വലിയ പ്രശ്നം വന്നാലും അതിനെ സോൾവ് ചെയ്ത് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. Then readiness to work for long hours.
എത്ര അവേഴ്സിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് റെഡിനെസ് ആയിരിക്കണം എന്ന്. അദ്ദേഹത്തിന് ഒരു വർക്കിംഗ് ടൈം ഉണ്ടെങ്കിലും ചിലപ്പോൾ അതിനപ്പുറം ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം അല്ലെ. ഇപ്പൊ ഇൻ കേസ് അദ്ദേഹത്തിന്റെ വർക്കിംഗ് ടൈം ഇപ്പൊ മോർണിംഗ് തുടങ്ങി, അല്ലെങ്കിൽ ഈവനിങ് ഒരു മോർണിംഗ് 8 AM തുടങ്ങി ഈവനിങ് ഒരു 8 PM വരെ തന്നെ 8 PM വരെ ആണെങ്കിലും ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും എമർജൻസി കേസുകൾ വന്നാല് എന്റെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? അങ്ങനെയാണോ ഒരു ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ? നഴ്സസ് ആണെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സും അവരുടെ ടൈം കഴിഞ്ഞാലും അവര് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് ഇല്ലേ? അവരുടെ ടൈം കഴിഞ്ഞെന്ന് പറഞ്ഞ് അവര് പോവുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു PRO എന്ന് പറയുന്നത്. അദ്ദേഹവും ലോങ് അവേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് റെഡിനെസ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഏതൊരു സിറ്റുവേഷൻ പെട്ടെന്നൊരു എമർജൻസി കേസ് ഒക്കെ വന്നു അപ്പൊ അത് ഡീൽ ചെയ്യാനൊക്കെ അദ്ദേഹം തയ്യാറായിരിക്കണം. ഓക്കെ. ഫസ്റ്റത്തെ 6 ക്വാളിറ്റീസ് ആണ് ഞാൻ വായിച്ചത്. ഒന്ന് വായിച്ചു നോക്കാമോ? ആദ്യത്തെ 6 വായിക്കാം കേട്ടോ. റെഡിനെസ് വരെ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സിമ്പിൾ ആണ് കേട്ടോ, മനസ്സിലാക്കി വായിക്കാം. ഫസ്റ്റത്തെ 6 റെഡിനെസ് ടു വർക്ക് വരെ വായിക്കാം. കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും ഫസ്റ്റത്തെ 6 പോയിന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? കുഴപ്പമില്ല പോയിന്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. റിയലിസ്റ്റിക്, ഒരു യഥാർത്ഥ ബോധം ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ നർമ്മബോധം, അത്യാവശ്യം നർമ്മങ്ങളൊക്കെ വേണം. എപ്പോഴും ആള് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുകയല്ല, അത്യാവശ്യം സാമാന്യ ബോധം ഉണ്ടായിരിക്കണം. ദെൻ കുറച്ച് നർമ്മങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അല്ലെ. എപ്പോഴും ഭയങ്കര മസിൽ പിടിച്ചിരിക്കുകയല്ല വേണ്ടത്, അത്യാവശ്യം ഒരു ഹ്യൂമർസ്നെസ് ഒക്കെ ഉണ്ടായിരിക്കണം. Then capacity to write and speak English fluently. അല്ലെ, ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനും അറിയണം, അതുപോലെ തന്നെ എഴുതാനുമുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് ഏറ്റവും ഏതൊരു ഫീൽഡിലാണെങ്കിലും. ഇപ്പൊ നിങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ എക്സാം ഒക്കെ നല്ല രീതിയിൽ പാസ്സായി, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കാം ഇന്റർവ്യൂ വരുന്നത് അല്ലേ? ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ് തരുന്നത്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ ഗ്യാപ്പ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് എവിടെ പോയാലും ഏറ്റവും വേണ്ടുന്ന ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ചില കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഒരു PROനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻലി ആയിട്ട് സംസാരിക്കാനും എഴുതാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ ഒരു കഴിവ്. ഓക്കെ, അപ്പൊ അത് ഇല്ലാത്തവര് അല്ലെ, കുറച്ചു പേരൊക്കെ നിങ്ങൾ ഗ്യാപ്പ് ഉള്ളവർക്ക് ഉണ്ടാകും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കാണാം. ഓക്കെ, കാണാറുണ്ടല്ലോ അവര് ഇംഗ്ലീഷ് ക്ലാസ്. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം നമുക്ക് ഇംഗ്ലീഷ് ബേസിക് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരു മലയാളത്തിൽ തന്നെ ചോദിക്കണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത്യാവശ്യം നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ, then nice voice and ability to speak in public. അല്ലെ, നല്ലൊരു വോയിസ് ആയിരിക്കണം. then ability to speak in public. പബ്ലിക്കിന്റെ മുന്നിൽ 2 വാക്ക് PRO ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ഇവിടെ നമുക്ക് PRO എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. 2 PRO വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ. നമുക്ക് നമ്മളുടെ കോഴ്സിന്റെ ഇതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ് PRO പോസ്റ്റ് ഒക്കെ കിട്ടുന്നത്. നമുക്ക് ഡയറക്റ്റ് ഒരു PRO ആവാനായിട്ട് പറ്റില്ല. ഹോസ്പിറ്റലിലെ മറ്റ് ഒട്ടനവധി ഫീൽഡിൽ നിങ്ങൾക്ക് ജോബ് സാധ്യത കൂടുതലാണ്. സോ നമ്മൾ അതിൽ നിന്നും കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ PRO പോസ്റ്റിലേക്ക് ഇടുന്നത്. കാരണം ആ ഹോസ്പിറ്റലിന്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി ആയിരിക്കണം. 3 ക്വാളിറ്റീസ് വേണം. ക്വാളിറ്റീസ് മാത്രമല്ല, കുറച്ചും കൂടി എക്സ്പീരിയൻസ് വേണം. ഓക്കെ, നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോബിന് കയറി നമുക്ക് എക്സ്പീരിയൻസ് വേണം. ആ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ കുറച്ചും കൂടി ഉയർന്ന പോസ്റ്റിലേക്ക് ആകുന്നത്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് PR ആക്കാൻ പറ്റുമോ? ഒരു എക്സ്പീരിയൻസിലാണ് നമുക്ക് എവിടെയെങ്കിലും ഹൈ പോസ്റ്റിലോട്ട് കിട്ടോ? ഇല്ല. നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ മാക്സിമം പഠിച്ചുകൊണ്ട് നിങ്ങളുടെ കോഴ്സ് കഴിയുന്നതിന് മുൻപായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഓക്കെ,
ഹോസ്പിറ്റലിലൊക്കെ അപ്ലൈ ചെയ്യുക, റിസൾട്ട് വെയിറ്റിംഗ് വരുന്നതിന് മുന്നിൽ തന്നെ ആയിട്ട് നിങ്ങൾ അപ്ലൈ ഒക്കെ ചെയ്യുക. ഓക്കെ, നമ്മൾ ഓരോ ഇതിൽ നമ്മൾ ഗ്യാപ്പ് വരാതെ മാക്സിമം നോക്കുക എല്ലാവരും. ഓക്കെ, എന്തായാലും ഷുവറായിട്ട് നമുക്ക് ജോലി സാധ്യത ഉറപ്പാണ്. ഏത് മേഖലകളിലാണെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ നിരവധി ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ. ഇപ്പൊ റിസപ്ഷനിലുണ്ട്, MRD, അങ്ങനെയുള്ള ഓരോരോ സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട് ഹോസ്പിറ്റലിൽ. നമ്മളത് വേക്കൻസി നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ പറ്റും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ നന്നായിട്ട് പഠിക്കുക, അതിനുവേണ്ടി പ്രിപ്പയർ ആകാം നമ്മള്. ഓക്കെ, നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ PR എന്ന് പറയുമ്പോൾ പല പ്രശ്നങ്ങളും ഇന്റേൺഷിപ്പ് കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇന്റേൺഷിപ്പ് പറ്റുള്ളൂ. മാക്സിമം അങ്ങനെ എല്ലാവരും നോക്കുന്നത് കേട്ടോ. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഫ്ലോ അങ്ങോട്ട് പോകുകയും ഒക്കെ പറയാം കേട്ടോ. അപ്പോ എന്താണ്, പബ്ലിക്കിന്റെ മുന്നിൽ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം എന്ന്. നല്ല രീതിയിൽ പബ്ലിക്കിന്റെ മുന്നിൽ, അതായത് ചിലപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വരും അല്ലെ. ഹോസ്പിറ്റലാണ്, ചിലപ്പോൾ പേഷ്യൻസിന്റെ എന്തെങ്കിലും കേസുകളാവും, സ്റ്റാഫുകൾ തമ്മിൽ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ ഇതിനെല്ലാം പബ്ലിക്കിന്റെ മുന്നിൽ മറുപടി പറയാൻ ഒരു കഴിവുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ ചില ആളുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങളിൽ തന്നെ പലവരും ഉണ്ടാകാം അല്ലെ. അതായത് പബ്ലിക്കിന്റെ മുന്നിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു കാര്യം, ഒരു സ്റ്റേജിൽ കയറി ജസ്റ്റ് ഒരു പാട്ട് പാടാൻ പറയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറഞ്ഞാല് നമ്മൾ പെട്ടെന്ന് ഭയങ്കര നെർവസ് ആയി പോകും അല്ലെ. ഭയങ്കരമായിട്ട് എന്താ പറയാ, പേടി, വിറവല് അങ്ങനെയൊക്കെ വരും. പക്ഷെ അങ്ങനെ ഒന്നും ആയിരിക്കരുത്. പബ്ലിക്കിന്റെ മുന്നിൽ നല്ല രീതിയിൽ സ്പീക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ദെൻ ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്, നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കണം. ഓരോ കാര്യങ്ങൾ, പുതിയ പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ നമുക്ക് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം, പുതിയ രീതിയിലുള്ള നൂതന ടെക്നിക്കൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടായിരിക്കണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ, അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറിച്ച് അത്യാവശ്യം ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം എന്ന്. ഇപ്പോ എന്താ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ടീച്ചർ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ആ ടീച്ചർ എടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് ടീച്ചറുടെ അത്യാവശ്യം അറിവുണ്ടായിരിക്കണം ഇല്ലേ. ഒരു അറിവില്ലാണ്ട് ആ ടീച്ചർ സബ്ജക്ട് എടുക്കാൻ പറ്റുമോ? സാധിക്കും അങ്ങനെ? ഒരു അറിവില്ലാണ്ട് ആ ടീച്ചർക്ക് ആ സബ്ജക്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പൊ നമുക്ക് ബേസിക്, ഏത് പ്രൊഫഷൻ ആണോ അദ്ദേഹം ചൂസ് ചെയ്യുന്നത് ആ പ്രൊഫഷനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കണം. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്, അതായത് നിർമ്മാണ കഴിവുകൾ. നിർമ്മാണ കഴിവ് എന്ന് വെച്ചാൽ ഇതുപോലെ പുതിയ പുതിയ പ്ലാനുകളൊക്കെ തയ്യാറാക്കാനൊക്കെ ഒരു കഴിവുണ്ടായിരിക്കണം. ഇന്റലിജൻസ്, ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. ഇന്റലിജൻസ്, എന്താ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ? ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധി അല്ലെ. നല്ലൊരു ബുദ്ധി ഉണ്ടായിരിക്കണം, അത്യാവശ്യം സാമാന്യ ബുദ്ധിയെ കൂടെ ഒരു വ്യക്തി ആയിരിക്കണം. ദെൻ ആന്റിസിപ്പേഷൻ എന്ന് വെച്ചാൽ എന്താ? ആന്റിസിപ്പേഷൻ ഒരു മുൻകരുതലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാല് നമുക്ക് അങ്ങനെ ഒന്ന് സോൾവ് ചെയ്യാം അല്ലെ, എന്നിങ്ങനെയുള്ള ഒരു മുൻകരുതൽ ഉണ്ടായിരിക്കുക. ദെൻ റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്, അതായത് നമ്മൾ റിസൾട്ട് കാണുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ചെയ്യുവാൻ. വെറുതെ ഒരു പെട്ടെന്ന് ഒരു മൈൻഡിൽ തോന്നിയ കാര്യം വെച്ചിട്ട് പ്രവർത്തിക്കരുത്. നന്നായിട്ട് ചിന്തിച്ച് റിസൾട്ട്, അതിന് ഫലം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വേണം ചെയ്യുവാൻ. മീഡിയ സ്പെഷ്യലൈസേഷൻ, അത്യാവശ്യം മീഡിയയെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലെ. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഏതൊരു ഫീൽഡിലായിട്ടുണ്ടെങ്കിലും ബേസിക് കമ്പ്യൂട്ടർ നോളജ് ആവശ്യമാണ്. ആണോ? ആവശ്യമല്ലേ ബേസിക് കമ്പ്യൂട്ടർ നോളജ്? അറ്റ്ലീസ്റ്റ് ഒരു മെയിൽ അയക്കാനോ അല്ലെ, നമുക്കത് അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങളിലും ഇതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത്യാവശ്യം ബേസിക് കമ്പ്യൂട്ടർ ഒക്കെ പഠിക്കുക. ഇതിന്റെ ഇടയിലേക്ക് ഒന്ന് കമ്പ്യൂട്ടറിലേക്ക് പഠിച്ചു പോകുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് മെയിൽ അയക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ മീഡിയ സ്പെഷ്യലൈസേഷൻ അറിഞ്ഞിരിക്കുക. എഡിറ്റോറിയൽ എക്സ്പെർട്ടൈസ്, എഡിറ്റോറിയലിന്റെ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവും ഉണ്ടായിരിക്കണം. അതായത് മീഡിയ തന്നെ, ഇപ്പൊ മീഡിയ വഴി നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ പ്രൊജക്ടുകളും പ്ലാനുകളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും അതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ. ഇത് വായിച്ചു നോക്കി, ഫസ്റ്റ് തുടങ്ങി വായിക്കാം കേട്ടോ. ഫസ്റ്റ് തുടങ്ങി ലാസ്റ്റ് വരെ വായിക്കാം. ജസ്റ്റ് പോയിന്റുകളാണ്. അപ്പൊ നിങ്ങൾ അതുപോലെ ആംബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു കൂടുതൽ നല്ലൊരു അറിവ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. ആംബിൾ കോമൺ സെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനഫ് മീൻസ് നമുക്ക് അത്രത്തോളം നല്ലൊരു സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കണം. വിശാലമായിട്ടുള്ള ധാരാളമായ എന്നൊക്കെ ഒരു മീനിങ് ആണ്.
ഓക്കെ, ഇത് വായിച്ചു നോക്കുക കേട്ടോ. പോയിന്റ്സുകളാണ്, അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചാൽ മതി. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ അത്രയും പോയിന്റ്സ് ഒരുമിച്ച് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പൊ അത് നമ്മളുടെ മൈൻഡിലുണ്ടല്ലോ, ഇന്ന കാര്യങ്ങൾ വേണം, കോമൺ സെൻസ് വേണം, ദെൻ നല്ലൊരു സംഘടനാ ശേഷി വേണം, ലോങ് അവേഴ്സ് വർക്ക് ചെയ്യാനൊക്കെയുള്ള കഴിവ് വേണം, ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ എഴുതാനുള്ള കഴിവ് വേണം, അല്ലേ? റെഡിനെസ് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് സന്നദ്ധനായിരിക്കണം എന്ന്, എത്ര അവേഴ്സ് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധനായിരിക്കാം. ഓക്കെ, മനസ്സിലാക്കി പഠിച്ചോളൂ നിങ്ങള്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓരോ വാക്കുകളും ഡൗട്ട് ആയിട്ട് തോന്നും. ഓക്കെ, മനസ്സിലാക്കി നമ്മളുടെ രീതിയിൽ, നമ്മുടേതായിട്ടുള്ള രീതിയിലോട്ട് അതിന്റെ എളുപ്പം കൊണ്ടുവരാം. ഓക്കെ, ദെൻ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാക്കി പഠിച്ചാല് നമ്മൾ ക്ലാസ് കേട്ട ഓർമ്മ മതിയല്ലോ, നമുക്ക് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യാൻ പറ്റും. പറ്റില്ലേ? ക്ലാസ് കേട്ട ഒരു ഓർമ്മ പോരെ എല്ലാവർക്കും? ആണോ? റെസ്പോൺസ് റിപ്ലൈ ഇല്ലാലോ. ഓക്കെ, എക്സാമിന് ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ എക്സാം കഴിഞ്ഞു. എക്സാമിന് ഏതെങ്കിലും കുറച്ച് ചില ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് ക്ലാസ് കേട്ട് ഓർമ്മ വെച്ച് ടിക്ക് ചെയ്യാൻ പറ്റിയില്ലേ? നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലോ? ആണോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലോ? ആർക്കില്ല. നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് കേട്ട ഒരു ഓർമ്മ വെച്ചിട്ട് നമുക്ക് പല ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടാണ്. ഓക്കെ, വായിച്ചു നോക്കാം. ക്വാളിറ്റീസ് ഓഫ് എ പബ്ലിക് റിലേഷൻ ഓഫീസർ വായിച്ചു നോക്കാം. ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങനെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല. അപ്പൊ അത് മാക്സിമം ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് വേറെ പറയാനും ഇല്ല. പറഞ്ഞ പോയിന്റ്സുകൾ മാക്സിമം അവർ ഷോർട്ട് ആക്കി തന്നിരിക്കുകയാണ്. പിന്നെ ചില കാര്യങ്ങൾ വളച്ചൊടിച്ചിട്ടുള്ള രീതിയിലാണ് മാത്രം. ഓക്കെ, ക്വാളിറ്റീസ് പെട്ടെന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സ് ഉള്ള ക്ലിയർ ആണോ? മനസ്സിലാക്കി പഠിക്കാത്ത പോയിന്റ്സുകൾ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ റോൾ എന്താണെന്ന്. ഓക്കെ, അപ്പോ ഈ റോളുകള് മെയിൻ ആയിട്ട് 4 റോളാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പൊ ഫസ്റ്റ്ലി ആ പേരുകൾ ഒന്ന് പഠിക്കാം. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ ആൻഡ് ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, ACPO ജസ്റ്റ് ഒന്ന് സൈഡിൽ ഒന്ന് ടെക്സ്റ്റിൽ ഒന്ന് എഴുതിയിടാ. ACPO സൈഡില് എഴുതിയിടാ കേട്ടോ ടെക്സ്റ്റില്. ACPO ഒറ്റയടിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ACPO എന്ന് പറയുന്നത്. A അഡ്വക്കേറ്റ്, C കമ്മ്യൂണിക്കേറ്റർ, P പ്രോബ്ലം സോൾവർ, then O ഒപ്പീനിയൻ മാസ്റ്റർ. എഴുതി വെച്ചോ സൈഡില് ACPO? എല്ലാവരും എഴുതിയോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് ആ പേരുകൾ പഠിക്കാം. ACPO അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ ആൻഡ് ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, ഈ പേരുകൾ 4 എണ്ണം കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. ഇനി ഓരോന്നും എന്താണെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. മെയിൻ പോയിന്റ് 4 എണ്ണമാണ് റോൾ എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, ACPO. ഇനി ഓരോന്നും എന്താണെന്ന് പറയാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ, കാരണം ഇത് കുറച്ച് വളച്ചൊടിച്ചൊക്കെയാണ് സെന്റൻസ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും മാക്സിമം ഷോർട്ട് ആക്കി പറയാം. ഫസ്റ്റ് വൺ അഡ്വക്കേറ്റ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണെന്ന്. എന്താ അഡ്വക്കേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ ആയിട്ടുള്ള അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ ആരാ? അഡ്വക്കേറ്റ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങളാ? ലോയർ ആണ് അല്ലെ, വക്കീൽ എന്ന് പറയും അല്ലെ. സെയിം അതെ, അദ്ദേഹം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്യുന്നത്. നോക്കാം. The public relation manager is the chief advocate for the company.
ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കോ ആ ഒരു സെന്റൻസ്. ഞാൻ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകുക. The public relation manager is chief advocate for the company. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഇവിടെ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഏതാണ് കമ്പനി? ഹോസ്പിറ്റലാണ് അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്വക്കേറ്റ് ആണ് ഒരു പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുന്നത്. ഇനി സംശയമുള്ളവര് കമ്പനിയുടെ അവിടെ പ്രാക്ടിക്കൽ ഹോസ്പിറ്റൽ എന്ന് എഴുതി വെക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതിയിടാം. കമ്പനിയുടെ അവിടെ ഹോസ്പിറ്റൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുള്ളൂ. ഇത് നാളെ നിങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഡൗട്ട് വരണം. ഓക്കെ, ഇപ്പൊ പബ്ലിക് റിലേഷൻ മാനേജർ എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്വക്കേറ്റ് ആണെന്ന്. He has to concentrate all energy on building on organization. He is spokesperson for management. അപ്പോ സ്പോക്സ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ ടോമസ്? സ്പോക്സ് പേഴ്സൺ, വക്താവ്. വക്താവ് എന്ന് കേട്ടിട്ടുണ്ടോ മലയാളത്തില്? ആ ഒരു കമ്പനിയുടെ ഒരു വക്താവാണെന്ന്, ആ സ്ഥാപനത്തിന്റെ ഒരു മെയിൻ പൊസിഷൻ അല്ലെങ്കിൽ മെയിൻ റോൾ ആണെന്ന് അദ്ദേഹം. ഓക്കെ, വക്താവ് മലയാളത്തിൽ തന്നെ എഴുതി വെച്ചോളൂ. സ്പോക്സ് പേഴ്സൺ, ആ ഹോസ്പിറ്റലിന്റെ ഒരു വക്താവ് അല്ലെങ്കിൽ അദ്ദേഹമാണ് ഓവറോൾ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. Then he has to concentrate all energy on building an organization. Concentrate all energy. അദ്ദേഹത്തിലാണ് ഒരു സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് ഓൺ ഓർഗനൈസേഷൻ, ആ ഒരു സ്ഥാപനം കെട്ടിപ്പണിത് ഉയർത്തുന്നതിന് അല്ലെ, ആ ഹോസ്പിറ്റൽ നല്ല രീതിയിലൊന്ന് ബിൽഡപ്പ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന്റെ ഫുൾ എനർജിയും എഫോർട്ടും അദ്ദേഹം ആ ഹോസ്പിറ്റലിന് വേണ്ടി എടുക്കുന്നു. ഓക്കെ, ഇതാണ് അഡ്വക്കേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയാൻ ശ്രദ്ധിക്കാം. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ പബ്ലിക് റിലേഷൻ മാനേജർ ആണ് ആ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ചീഫ് അഡ്വക്കേറ്റ് എന്ന് പറയുന്നത്. Then he is spokesperson for management. മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ വക്താവാണ് അദ്ദേഹം. ആരാ? പബ്ലിക് റിലേഷൻ ഓഫീസർ. Then he has to concentrate all energy on building an organization. ആ ഒരു സംഘടന, ആ ഹോസ്പിറ്റൽ എന്നുള്ള ഒരു സംഘടന ബിൽഡപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ എനർജിയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അഡ്വക്കേറ്റ് പേര് മാത്രം കറക്റ്റ് ഓർത്തിരിക്കുക. ദെൻ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ അഡ്വക്കേറ്റ്? ദെൻ നെക്സ്റ്റ് പറയാം കേട്ടോ. കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്റർ നോക്കാം. The public relation manage craft communication policies and supervise the development of all statement and news release for the company. എന്താണ് പറയുന്നത്? ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ. അതായത് ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ the public relation manage craft communication policies and supervise the development of all statement news released for the company. അതായത് ഇപ്പോ ആശയവിനിമയങ്ങൾ അല്ലെ, കമ്മ്യൂണിക്കേഷൻസുകളൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ കമ്പനിയുടെ എല്ലാ ഇതുപോലെ ഇപ്പൊ വാർത്താ റിലീസുകളൊക്കെ ഉണ്ടാവില്ലേ, ന്യൂസ് റിലീസ് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയ വഴി നമ്മൾ കൊടുക്കുന്നത്, ഇപ്പോ അഡ്വർടൈസ്മെന്റുകളും അങ്ങനെയുള്ള മീഡിയ വഴി നമ്മൾ ചെയ്യുന്ന എല്ലാ ആ വികസനത്തിന്റെ ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ വികസിക്കുക ഒരു മീനിങ് ആണ് വികസനം. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള എല്ലാ വികസനത്തിന്റെയും മേൽനോട്ടം വഹിക്കുന്നു, സൂപ്പർവൈസ് ചെയ്യുന്നു. ക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ വികസനം, ഡെവലപ്പിംഗ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോ ഹോസ്പിറ്റലിന്റെ അതായത് റിലീസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ അഡ്വർടൈസ്മെന്റുകളാവട്ടെ അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജികളോ അങ്ങനെ നമ്മളിപ്പോ പ്രസ് റിലീസിനൊക്കെ വേണ്ടി കൊടുക്കുന്ന ന്യൂസുകൾ, വാർത്താ റിലീസുകളും അതിന്റെ സ്റ്റേറ്റ്മെന്റുകളും മറ്റും സൂപ്പർവൈസ് ചെയ്യുക. ഇതാണ് കമ്മ്യൂണിക്കേറ്ററിൽ പറയുന്നത്. ദെൻ സോഷ്യോളജി, സൈക്കോളജി ആൻഡ് ഗുഡ് ജേർണലിസം ആർ എസെൻഷ്യൽ ടാലന്റ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് സോഷ്യോളജി, സൈക്കോളജി, ദെൻ ഗുഡ് ജേർണലിസം, എസെൻഷ്യൽ ടാലന്റ്സ്. സോഷ്യോളജി അറിഞ്ഞിരിക്കണം. സോഷ്യോളജി എന്ന് വെച്ചാൽ എന്താണ്? റിലേറ്റഡ് ടു സോഷ്യോളജി പഠിച്ചവരുണ്ട് ആരെങ്കിലോ? ഉണ്ടോ? ആരുമില്ല? സോഷ്യോളജി പഠിച്ചവരാരുമില്ല? സ്റ്റഡി ഓഫ് സൊസൈറ്റി, സമൂഹത്തെ കുറിച്ച് നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് ഒക്കെ പോലെ തന്നെ അപ്പോ സൊസൈറ്റിനെ കുറിച്ച് അറിയാനും MSW പോലെ തന്നെയാണ്. സൊസൈറ്റി, സമൂഹത്തെ കുറിച്ചാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. ദെൻ സൈക്കോളജി. സൈക്കോളജി എന്താണ്? സ്റ്റഡി ഓഫ് മൈൻഡ് അല്ലെ, മനസ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിരിക്കണം. ദെൻ ഗുഡ് ജേർണലിസം, നല്ലൊരു പത്രപ്രവർത്തനം കൂടി അദ്ദേഹം ആയിരിക്കണം. ഇത്രയും ടാലന്റ് അദ്ദേഹത്തിൽ ഉണ്ടായിരിക്കണം ഒരു കമ്മ്യൂണിക്കേറ്റർ എന്ന നിലയിൽ. Then communication how to be clear, brief and relevant to the audience. ഇനി കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആയിരിക്കണം.
വ്യക്തതയോടുകൂടി ആയിരിക്കണം സംസാരിക്കുവാൻ. ബ്രീഫ്, വളരെ വലിച്ചു നീട്ടി പറയാതെ വളരെ ബ്രീഫ് ആയിട്ട് എന്നാൽ പക്ക ക്ലാരിറ്റിയോടുകൂടി തന്നെ സംസാരിക്കുക. റിലവന്റ് ടു ഓഡിയൻസ്, അല്ലെ, ഓഡിയൻസിന് റിലവന്റ് ആവുന്ന രീതിയിൽ ക്ലിയർ ആയിരിക്കണം. ബ്രീഫ് ആയിട്ട് വേണം കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ. ഓഡിയൻസ് എന്ന് വെച്ചാൽ പേഷ്യൻസ് ആകാം, മറ്റു പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ആകാം, ഡോക്ടേഴ്സ് ആകാം, അല്ലെ, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആകാം ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്ററിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. ദ കമ്മ്യൂണിക്കേറ്റർ മീൻസ് the public relation manage craft communication policies and supervise the development of all statement and news released for the company. അല്ലേ, അതായത് കമ്മ്യൂണിക്കേഷൻസിനെയൊക്കെ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ കമ്പനിയുടെ എല്ലാ പ്രസ്താവനകൾ, അതായത് ഇതുപോലെ തന്നെ മീഡിയയ്ക്ക് ആയിട്ടുള്ള വാർത്താ റിലീസുകളും മറ്റും മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. ദെൻ അദ്ദേഹത്തിന് സോഷ്യോളജിയിലും സൈക്കോളജിയിലും പിന്നെ നല്ലൊരു ഗുഡ് ജേർണലിസത്തിലും നല്ലൊരു എസൻഷ്യൽ ടാലൻസ് ഉണ്ടായിരിക്കണം. ദെൻ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കുക, ബ്രീഫ് ആയിരിക്കണം, റെലവന്റ് ആയിരിക്കുക. ക്ലിയർ ആണോ കമ്മ്യൂണിക്കേറ്റർ? ഓക്കെ ആണോ? ഓക്കെ, ദെൻ 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്ററും വായിച്ചു നോക്കാം കേട്ടോ. രണ്ടും ക്ലിയർ ആയ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്ററും. ഇത് കുറച്ച് ചിലപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടില്ല, കാരണം ചില സെന്റൻസുകളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് 2 പ്രാവശ്യം ടീച്ചറെടുത്ത് പറയുന്നത്. ഓക്കെ, മനസ്സിലാക്കി വായിക്കണം കേട്ടോ. അഡ്വക്കേറ്റും കമ്മ്യൂണിക്കേറ്ററും ഈ റോളും 4 എണ്ണം പഠിച്ചിരിക്കണം. ബൈഹാർട്ട് തന്നെ പഠിക്കാം. ACPO ഒന്നും പഠിച്ചാൽ മതി, നിങ്ങൾ മറന്നു പോകില്ല. നമ്മൾ A ആണെങ്കിൽ അഡ്വക്കേറ്റ് ആണ്, C വരുന്ന കമ്മ്യൂണിക്കേറ്റർ, P എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവർ, O എന്ന് പറയുമ്പോൾ ഒപ്പീനിയൻ മാസ്റ്ററോ. ഓക്കെ, അങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ACPO എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഠിക്കാട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞത് മാത്രം എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ചെയ്തോ? 2 പോയിന്റ്, അഡ്വക്കേറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റർ. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ വായിച്ചിട്ട്? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത 2 റോളുകൾ നോക്കാം. പ്രോബ്ലം സോൾവർ, അല്ലെ, ആ പേരിൽ തന്നെയുണ്ട്, പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു വ്യക്തി. The public relation manager is ultimate spin doctor. Okay, underline ചെയ്ത് വെക്കാം കേട്ടോ. ടെക്സ്റ്റില് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്യാം. പബ്ലിക് റിലേഷൻ മാനേജർ പറഞ്ഞാൽ ഒരു സ്പിൻ ഡോക്ടർ ആണെന്ന്. എന്ത് സ്പിൻ ഡോക്ടർ എന്ന് പറഞ്ഞാല്? സ്പിൻ ഡോക്ടർ കേട്ടിട്ടുണ്ടോ? സ്പിൻ ഡോക്ടർ ആരും കേട്ടിട്ടില്ല? ഇല്ല. ഓക്കെ, അപ്പൊ കാര്യം നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അതായത് സ്കിൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടിരിക്കട്ടെ, ഇപ്പോ ചിലപ്പോൾ ചികിത്സാപരമായിട്ടുള്ള എന്തെങ്കിലും ആകാം, പേഷ്യൻസ് പരമായിട്ടുള്ളതും അല്ലെങ്കിൽ സ്റ്റാഫുകൾക്കിടയിലോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക്കിനെ പ്രശ്നമുണ്ടാക്കാതെ, അതായത് പബ്ലിക്കിനെ, പൊതുജനങ്ങളെ അറിയിക്കാത്ത രീതിയിൽ അതിനെ നല്ല രീതിയിൽ സോൾവ് ചെയ്യുന്ന ഒരു കഴിവ്, സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ്, അങ്ങനെയുള്ള ഒരു കഴിവ്, കപ്പാസിറ്റി
ഓവറോൾ ഡീലിംഗ്. ഓക്കെ, അതായത് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്, എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് പുറത്ത് വിടാതെ അതിന്റെ ഉള്ളിൽ തന്നെ വെച്ച് ഒതുക്കാനായിട്ടുള്ള കഴിവ്. ഇല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ അറിയില്ല, അതിന്റെ ഹോസ്പിറ്റലിനുള്ളിൽ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അത് പബ്ലിക്കിലോട്ട് എത്താത്ത രീതിയിൽ അതിന് നല്ല രീതിയിൽ അതിന്റെ ഉള്ളിൽ തന്നെ വെച്ച് സോൾവ് ചെയ്യുന്ന ഒരു കഴിവ്. ക്ലിയർ ആയോ ഞാൻ പറയുന്നത്? അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പബ്ലിക്ക് ചിലപ്പോൾ അറിയില്ല, അത് അവര് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു കഴിവ്, അതിനെയാണ് സ്കിൻ ഡോക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ മറന്നു പോകരുതും, സ്കിൻ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാതെ അതിനെ നല്ല രീതിയിൽ എന്താ പറയാ ഉള്ളിൽ ഒതുക്കാനൊക്കെ നമ്മൾ പറയും അല്ലെ, നൈസായിട്ട് ഒതുക്കി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമില്ലേ, പുറത്തറിയാതെ നൈസായിട്ട് അത് ഒഴിവാക്കി എന്നൊക്കെ പറയും പ്രശ്നങ്ങൾ അല്ലെ, അധികം പ്രശ്നം പരത്താത്ത രീതിയിൽ ഒഴിവാക്കി എന്ന് പറയും. അപ്പൊ അതാണ് സ്കിൻ ഡോക്ടർ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് വലിയ രീതിയിലുള്ള പബ്ലിക്കിന്റെ രീതിയിലോട്ട് പെടുത്താത്ത രീതിയിൽ അതിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത്. It is his or her, his ആണ് കേട്ടോ അവിടെ, he അല്ലേ കിടക്കുന്നത്, his ആണ്. It is his or her job to put the best face on news and information that could embrace or define the company's reputation. എന്താ embrace and define എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, embrace or define, എന്താ embrace അല്ലെങ്കിൽ ഡിഫൈമിന്റെ മീനിങ്? അതായത് അപകീർത്തിപ്പെടുത്തുക എന്നൊക്കെ പറയില്ലേ, അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ നാണക്കേട് ഉണ്ടാക്കുക. കമ്പനിയുടെ റെപ്യൂട്ടേഷന്, അതായത് ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷന്, പ്രശസ്തിക്ക് എന്തെങ്കിലും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ന്യൂസുകൾ ഉണ്ടാകുമ്പോൾ then put the best face on news. അതായത് അദ്ദേഹം അതിന് നല്ലൊരു എന്താ പറയാ, അതായത് ഇപ്പോ എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലിനെ കുറിച്ച് വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തും ഇല്ലേ, ഇപ്പൊ അങ്ങനെ വല്ല വാർത്താ റിലീസുകളോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പൊ ഹോസ്പിറ്റലിലെ ചികിത്സ മോശമാണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ കുറവുണ്ട് ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര വ്യാജ പ്രചരണങ്ങളും അങ്ങനെയുള്ള വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നല്ല രീതിയിൽ ഫസ്റ്റ് ഫേസ് പ്രതികരിക്കാനായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, മറ്റു ആളുകളും അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസോ അല്ലെങ്കിൽ വാർത്തകളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് നല്ല രീതിയിൽ അദ്ദേഹം പ്രതികരിക്കണം. ഓക്കെ, then she will be called upon to polish common information into platinum data that gives company more credit. Then she will be called upon to polish common informations ഉണ്ടല്ലോ, അതായത് പേഷ്യൻസിന്റെ ആയാലും ഹോസ്പിറ്റലിന്റെ എല്ലാ ഇൻഫോർമേഷൻസുകളും into platinum data. പ്ലാറ്റിനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു മൂല്യമാണ് അല്ലെ, ഒരു മൂല്യമുള്ള വസ്തു അല്ലെ പ്ലാറ്റിനം ആണോ? വേൾഡ് പ്ലാറ്റിനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒരു മൂല്യമുള്ളതാണെന്ന്. ഇവിടെ പ്ലാറ്റിനം ഡാറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഫോർമേഷൻസുകളെയും മറ്റും പോളിഷ് ചെയ്ത് ഒരു പ്ലാറ്റിനം അത്രയും മൂല്യമുള്ള ഒന്നാക്കി മാറ്റണം. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഇൻഫോർമേഷൻസുകൾ ഡാറ്റ മൂല്യമുള്ളതാക്കി മാറ്റുക. Then that gives company more credit. ഇത് കമ്പനിക്ക് ക്രെഡിറ്റ് ആണെന്ന്, നമ്മളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ മൂല്യമുള്ളതാക്കി മാറ്റുന്നത് ഹോസ്പിറ്റലിന് ക്രെഡിറ്റ് ആണ്. That would normally be due for routine accomplishment. അല്ലേ, അപ്പൊ അത് നല്ല രീതിയിൽ കമ്പനിക്ക് കൂടുതൽ ക്രെഡിറ്റ് നൽകുന്നു. ഓക്കെ, അത്രയുമാണ് അവിടെ പറയുന്നത്. മെയിൻ ആയിട്ട് ഫസ്റ്റത്തെ ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക, അൾട്ടിമേറ്റ് സ്കിൻ ഡോക്ടർ ആണ്. ദെൻ കമ്പനിക്ക് എന്തെങ്കിലും സൽപ്പേരിന് പ്രശ്നം വരുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അതിന് നല്ലൊരു ഫേസ്, അതിനെ പ്രതികരിക്കുക. ഓക്കെ, ദെൻ ഡാറ്റ എന്താണ് പ്ലാറ്റിനം ഫോമിലേക്ക് നല്ലൊരു മൂല്യമുള്ളതാക്കി മാറ്റുക, അത് കമ്പനിക്ക് കൂടുതൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക പ്രോബ്ലം സോൾവറിൽ. ക്ലിയർ ആണോ പ്രോബ്ലം സോൾവർ? ഓക്കെ, ഞാൻ പറയുന്ന അത്രയും കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി, അതല്ല വേറെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പഠിക്കാനില്ല. സ്കിൻ ഡോക്ടർ എന്താണെന്ന് ക്ലിയർ ആയോ? സ്കിൻ ഡോക്ടർ ഒക്കെയാണോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ പുറത്ത് വിടാത്ത രീതിയിൽ അതിനുള്ളിൽ തന്നെ വെച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനൊക്കെ ഒരു കഴിവ്. നെക്സ്റ്റ് നോക്കാം, ഒപ്പീനിയൻ മാസ്റ്റർ. മാസ്റ്റർ എന്ന് വെച്ചാൽ മാസ്റ്റർ എന്നൊരു മീനിങ് തന്നെയാണ് കേട്ടോ. The public relation manager control all outreach efforts. Outreach efforts എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക അല്ലെ, അതായത് ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. ഔട്ട്റീച്ച് എന്ന് വെച്ചാൽ ഒരു വ്യാപനം, എക്സ്റ്റെൻഡഡ് ആയിട്ട് കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക. He is accountable for media placement and arranging organizational functions and the effort of executives.
Then അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിൾ ആണ്, അദ്ദേഹം റെസ്പോൺസിബിൾ ആണ് എന്തിനാ? മീഡിയ പ്ലേസ്മെന്റ്, അതായത് മീഡിയകളുടെ അറേഞ്ച്മെന്റ്സും അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ഫങ്ഷൻസ് ഓരോ ഡ്യൂട്ടികൾ ചെയ്യാനായിട്ടും അദ്ദേഹം റെസ്പോൺസിബിൾ ആണ്. Then efforts of executives തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ചുമതലയാണ്. It is his duty to decide the executive appropriate for each situation and make sure that person has approved information and statement in hand. എന്താണ് പറയുന്നത്? അതായത് ഫസ്റ്റ് വൺ പറയുന്നത് എല്ലാ പ്രവർത്തനങ്ങളെയും ഹോസ്പിറ്റലിന്റെ ഔട്ട്റീച്ച് എഫേർട്സ്, ഔട്ട്റീച്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വ്യാപിച്ചു കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു. ദെൻ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് മീഡിയ, അതായത് മീഡിയ വഴിയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ, അതിനെല്ലാം അറേഞ്ച് ചെയ്യുക. ദെൻ എക്സിക്യൂട്ടീവ്സിനെ നിയമിക്കുക. ദെൻ ഡിസൈഡ് എക്സിക്യൂട്ടീവ് അപ്രോപ്രിയേറ്റ് ഈച്ച് സിറ്റുവേഷൻ, ഓരോ സിറ്റുവേഷൻസിലും അതിനനുസരിച്ചിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനെ നിയോഗിക്കുക. Then that person approved information and statement in hand, അതായത് അവർക്ക് ആ ഒരു പേഴ്സൺ, അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന എക്സിക്യൂട്ടീവ് എന്താണ്, ഒരു അംഗീകൃത വ്യക്തിയാണോ, അതായത് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആ അപ്രോപ്രിയേറ്റ് എക്സിക്യൂട്ടീവിനെ തിരഞ്ഞെടുക്കുവാൻ. അദ്ദേഹത്തിന് അതിനുള്ള ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഈ ഒരു തിരഞ്ഞെടുത്ത എക്സിക്യൂട്ടീവിന് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? ഓരോ സിറ്റുവേഷൻസിന് അനുസരിച്ച് കൊണ്ടുള്ള എക്സിക്യൂട്ടീവ്സിനെ നിയമിക്കുക. ക്ലിയർ ആണോ? ഒപ്പീനിയൻ മാസ്റ്ററോ? ഇത്തിരി വളഞ്ഞ വഴിയൊക്കെയാണ് സെന്റൻസുകൾ കിടക്കുന്നത്, അത്രയേ ഉള്ളൂ. സംഭവം എളുപ്പമാണ്, പക്ഷെ ഇത്തിരി വളച്ചൊടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. അല്ലേ? കുറച്ച് വളച്ചൊടിച്ചൊക്കെയല്ലേ കൊടുത്തിരിക്കുന്നത്? ആണോ? വായിക്കുമ്പോ അങ്ങനെ തോന്നിയോ? അതെ, ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അത് സമയമെടുത്ത് ഈ 4 പോയിന്റ് പറയുന്നത് കേട്ടോ. കാരണം സെന്റൻസുകൾ കുറച്ച് വളച്ചൊടിച്ച് കൊടുച്ചെന്നുള്ളൂ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ, അതുകൊണ്ട് പറയാൻ ശ്രദ്ധിച്ചിരിക്കണേ. ഒപ്പീനിയൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഔട്ട്റീച്ച് എഫേർട്സ്, ഔട്ട്റീച്ച് എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു. ദെൻ മീഡിയ പ്ലേസ്മെന്റുകൾ, അതായത് മീഡിയകൾ വഴിയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതിനെല്ലാം അറേഞ്ച് ചെയ്യുന്നു. ദെൻ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിനെ ഡിസൈഡ് ചെയ്യുക, അതായത് ഓരോ സിറ്റുവേഷനും ഇപ്പോ ഓരോ ഫ്ലോറിലേക്ക് വേണ്ട എക്സിക്യൂട്ടീവ്സിനെയൊക്കെ സജസ്റ്റ് ചെയ്യുക. ദെൻ അദ്ദേഹം ഡിസൈഡ് ചെയ്യുന്ന എക്സിക്യൂട്ടീവിന് അപ്രൂവ്ഡ് ഇൻഫോർമേഷൻ ഇൻ ഹാൻഡ്, അതായത് അദ്ദേഹം അംഗീകൃത ആ വ്യക്തിയുടെ വിവരങ്ങൾ അംഗീകൃതമാണോ, അതായത് ക്വാളിഫൈഡ് ആണോ എന്ന് തീരുമാനിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. കൺട്രോൾ ചെയ്യുക, ദെൻ മീഡിയ ഓർഗനൈസേഷൻ ചെയ്യുക, എക്സിക്യൂട്ടീവിനെ നിയമിക്കുക. എക്സിക്യൂട്ടീവിന് ക്വാളിഫൈഡ് ആണോ എന്ന് കൂടി ചെക്ക് ചെയ്തിട്ട് എക്സിക്യൂട്ടീവിനെ നിയമിക്കുക. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള അതിനുള്ളിൽ സെന്റൻസ് ഇത്തിരി കറക്റ്റ് തിരിച്ചു കൊടുത്തിരിക്കുന്നത് മാത്രം. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി. പ്രോബ്ലം സോൾവറോ ഒപ്പീനിയൻ മാസ്റ്ററോ വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? 2 പോയിന്റ് പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് റോൾ ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. 4 എണ്ണമാണ് നമ്മൾ റോള് പറഞ്ഞത്. SEPO,
ഇതൊക്കെയായിരുന്നു അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ ആൻഡ് ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷൻ കുറച്ച് എഫോർട്ട് എടുത്ത് തന്നെ വായിക്കുകയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. ഓക്കെ, പഠിക്കില്ലേ? കുറച്ച് എഫോർട്ട് എടുക്കണം. കാരണം നിങ്ങൾക്ക് അറിയാലോ സെന്റൻസുകൾ അത്ര സിമ്പിൾ ആയിട്ടല്ല കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഏറ്റവും മാക്സിമം ഷോർട്ട് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെ മനസ്സിലാക്കി പഠിച്ചു പോകുക. ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ മനസ്സിലാക്കി പഠിക്കുക. അറിയില്ലാത്ത വാക്കുകൾ ഞാൻ മലയാളത്തിൽ നിങ്ങളോട് എഴുതി വെക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, അത് എഴുതി വെക്കാൻ പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മൾ മനസ്സിലാക്കി പഠിക്കാനാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കാം, ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. എന്തൊക്കെയാണ് ചുമതലകൾ എന്ന് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും റിപ്പീറ്റിൽ വരുന്നത്. നമ്മളിപ്പോ നോക്കിയത് റോൾ ആയിരുന്നു, 4 റോളാണ്. ദെൻ ഇനി ഫങ്ഷൻസ്, അദ്ദേഹത്തിന്റെ ചുമതലകൾ അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. നോക്കാം, പ്ലാനിങ്, പബ്ലിസിറ്റി, സ്ട്രാറ്റജീസ് ആൻഡ് ക്യാമ്പയിൻസ്. അതായത് എന്താണ് പ്ലാനിങ്? അതായത് ഒരു ആസൂത്രണം ചെയ്യുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം? പരസ്യതന്ത്രങ്ങളും അതുപോലെ തന്നെ പ്രചരണങ്ങൾ. അതായത് മീഡിയ വഴി നമുക്ക് ഹോസ്പിറ്റലില് പുതിയ പുതിയ പരസ്യങ്ങളൊക്കെ കൊടുക്കാം. അതിനൊക്കെ ആസൂത്രണം ചെയ്യാന്ന്. ഇപ്പൊ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ ഹോസ്പിറ്റലിന്റെ കോഴ്സുകളൊക്കെ തന്നെ ഒത്തിരി നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ടോ? ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ കോഴ്സുകൾ, അല്ലെങ്കിൽ പുതിയ പുതിയ ഹോസ്പിറ്റൽ വരുമ്പോ ആ ഹോസ്പിറ്റലുകളെ കുറിച്ചിട്ടുള്ള അഡ്വർടൈസ്മെന്റുകൾ ഇല്ലേ? മീഡിയ വഴിയും പത്രത്തിലാണെങ്കിലും നമ്മൾ ടിവിയിലൊക്കെ ആണെങ്കിലും പരസ്യങ്ങൾ കാണാറുണ്ട് അല്ലെ. അപ്പോ എന്നിങ്ങനെയുള്ള പരസ്യങ്ങളും പ്രചരണങ്ങളും എന്ത് ചെയ്യുക? പ്ലാനിങ് ചെയ്യുക, ആസൂത്രണം ചെയ്യുക. നമുക്ക് എങ്ങനെ പബ്ലിക്കിന്റെ കുറച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാം എന്നുള്ള രീതിയിലുള്ള ആസൂത്രണം ചെയ്യുക. Then writing and producing presentations and press releases. റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻസ്, അതായത് അന്വേഷണങ്ങൾക്ക് മീൻസ് മാധ്യമങ്ങൾ അല്ലെ. അതായത് പത്രക്കുറിപ്പുകളും മീൻസ് ഇതുപോലെ തന്നെ എഡിറ്റോറിയൽസുകളും പത്രക്കുറിപ്പുകളും അതോടൊപ്പം തന്നെ അവതരണങ്ങളും, പബ്ലിക് പ്രസന്റേഷൻസ്, പ്രസ് റിലീസിന് വേണ്ടിയിട്ട് പത്രക്കുറിപ്പുകളും അതോടൊപ്പം തന്നെ അവതരണങ്ങളൊക്കെ കൊണ്ടുവരികയാണ്. അപ്പൊ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കേണ്ടത് ഇദ്ദേഹമാണ് ഇല്ലേ. അപ്പൊ പത്രക്കുറിപ്പുകളും മറ്റും നമ്മുടെ ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പബ്ലിക്കിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പത്രക്കുറിപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. To deal with the enquiries from the public, the press and related organization. Deal with the enquiries from public. പൊതുജനങ്ങൾക്കും അതുപോലെ തന്നെ പ്രസ് മാധ്യമങ്ങൾക്കും ദെൻ മറ്റു ഓർഗനൈസേഷനുകൾക്കും എന്താണ് മറ്റു ബന്ധപ്പെട്ട സംഘടനകൾ, മറ്റു ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ എന്നിവയിൽ നിന്നുള്ള അന്വേഷണങ്ങൾ, അവര് മറ്റു അന്വേഷണങ്ങളൊക്കെ എൻക്വയറീസ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ഡീൽ ചെയ്യുക, അതിനുള്ള അന്വേഷണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക, മറുപടി കൊടുക്കുക. അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയും, അല്ലെങ്കിൽ പ്രസ് മീറ്റിംഗിൽ ഇതുപോലെ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അതിനോട് അതുപോലെ മറ്റു ഹോസ്പിറ്റലുകൾ റിലേറ്റഡ് ഓർഗനൈസേഷൻസ്, മറ്റു ഹോസ്പിറ്റലുകളും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻക്വയറിക്ക് വരുമ്പോൾ അവരെ എന്ത് ചെയ്യുക? ഡീൽ ചെയ്യുക, അവരോട് സംസാരിക്കുക. To organize and attend promotional events such as press conferences, open days, exhibitions, tours and visits. ഓർഗനൈസ് ചെയ്യാണ് പ്രൊമോഷണൽ ഇവന്റ്സുകൾ. എന്തൊക്കെയാണ് ഇവന്റ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രസ് കോൺഫറൻസ് അല്ലെ. ഇപ്പൊ നമ്മള് ന്യൂസിലൊക്കെ നിങ്ങൾ പ്രസ് കോൺഫറൻസ് കാണാറുണ്ട് ഇല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രസ് മീറ്റിംഗ് ഒക്കെ വെക്കും ഇല്ലേ. കണ്ടിട്ടുണ്ടോ ന്യൂസിലൊക്കെ പ്രസ് മീറ്റിങ്ങുകളൊക്കെ വെക്കില്ലേ. അപ്പോ അതിലാണ് കാര്യങ്ങളൊക്കെ മിനിസ്റ്ററിന്റെ ഒക്കെ വെക്കും അല്ലേ. അപ്പൊ അതിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും പ്രസ് കോൺഫറൻസ് ഒക്കെ വെക്കും. ഇങ്ങനെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രോബ്ലംസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴും പ്രസ് കോൺഫറൻസിൽ സംസാരിക്കേണ്ടത് അദ്ദേഹമാണ്. ദെൻ ഓപ്പൺ ഡേയ്സ്. ഓപ്പൺ ഡേയ്സ് എന്ന് വെച്ചാൽ എന്താ? ഇതുപോലെ ഹോസ്പിറ്റൽ ഡേ ഒക്കെ നമ്മൾ ആചരിക്കും. അപ്പോ ആ ഒരു ടൈമിൽ സംസാരിക്കുക. ദെൻ എക്സിബിഷൻസുകൾ അറേഞ്ച് ചെയ്യുക. ഹോസ്പിറ്റലിൽ തന്നെ എക്സിബിഷൻസുകൾ അറേഞ്ച് ചെയ്യുക. ദെൻ ടൂറുകളും ദെൻ വിസിറ്റ്സുകളും ഇതെല്ലാം ഓർഗനൈസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം പബ്ലിക് റിലേഷൻ ഓഫീസർക്കാണ്. എക്സിബിഷനുകളൊക്കെ ചെയ്യാറുണ്ട് ഹോസ്പിറ്റലുകളിൽ, കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എക്സിബിഷൻസുകൾ ചെയ്യാറുണ്ട് ഹോസ്പിറ്റലിൽ. നമ്മുടെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ ചിലപ്പോൾ ഹ്യൂമൻ ബോഡി അങ്ങനെയുള്ള പാർട്സുകളുടെ ഒക്കെ ആയിരിക്കും എക്സിബിഷൻ പോലെ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ അടുത്ത് ഒരു വീഡിയോ കണ്ടായിരുന്നു, എവിടെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതുപോലെ ഒരു ഹോസ്പിറ്റലില് ഇതുപോലെ ഒരു എക്സിബിഷൻ ചെയ്തേക്കാണ് അവര്. അപ്പൊ അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അസുഖങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളുടെ എന്താ പറയാ ഇപ്പൊ കിഡ്നിയുടെ ആ ഒരു ഇതൊന്നല്ല എങ്കിലും കുറേയൊക്കെ അവര് തന്നെ നമ്മള് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മള് എക്സിബിഷൻ ഒക്കെ ചെയ്യൂലേ. അതായത് ബയോളജിയിലും മറ്റുമൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഹ്യൂമൻ ബോഡിയുടെ പാർട്സുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്
ചെറിയ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടായിരുന്നു അങ്ങനെ. ഏത് ഹോസ്പിറ്റലാണെന്ന് ഞാൻ കണ്ടില്ല, ജസ്റ്റ് സ്റ്റുഡൻസിന്റെ നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ആണ്. അപ്പൊ അങ്ങനെയുള്ള എക്സിബിഷൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. Then to speak publicly at interviews, press conference and presentations. അതായത് ഇന്റർവ്യൂസിൽ പബ്ലിക്കിന്റെ മുന്നിൽ സ്പീക്ക് ചെയ്യുക, സംസാരിക്കുക, പ്രസ് കോൺഫറൻസിൽ മറ്റ് പ്രസന്റേഷൻസിലൊക്കെ ചെയ്യുക. To provide clients with information about new promotional opportunities and current pre-campaigns progress. എന്താണ് പറയുന്നത്? പുതിയ പ്രൊമോഷൻ അവസരങ്ങളെ കുറിച്ചും നിലവിലുള്ള അവിടുത്തെ കാര്യങ്ങൾ, ഹോസ്പിറ്റലിലെ പരിപാടികളെ കുറിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള ഒരു പ്രീ ക്യാമ്പയിൻ പ്രോഗ്രസ്, നിലവിലുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇന്ന ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, നിലവിലുള്ളതും പുതിയ ഇനി വരാൻ പോകുന്ന പ്രൊമോഷണൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും ക്ലയൻസിന് ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കാറ് നമ്മൾ പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ പുതിയ ബിൽഡിംഗ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയ ഡോക്ടേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ഡോക്ടർ വരുന്നു എന്നൊക്കെ പറഞ്ഞ് ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുന്നതാണ് വിവരങ്ങൾ. To analyze media coverage. അതായത് എന്താണ് മീഡിയ കവറേജുകൾ, മീഡിയ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കവറേജ് ചെയ്യുക. അതായത് അവരെയൊക്കെ ഒന്ന് മീൻസ് ഇപ്പോ പരസ്യങ്ങളും മറ്റും കൈകാര്യം ചെയ്യുക. To liaise with client, managerial and journalistic staff about budgets, time scales and objectives. എന്താ to liaise എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു പരസ്പര സമ്പർക്കം ഉണ്ടായിരിക്കണം, കോർപ്പറേറ്റ് ഉണ്ടായിരിക്കാം ക്ലയൻസ് ആയിട്ട്. ക്ലയന്റ് എന്ന് പറയുന്നത് ആരാണ്? ഒരു റിലേഷൻ. ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ആണ് കേട്ടോ. അപ്പൊ പേഷ്യൻസുമായിട്ടും നല്ലൊരു റിലേഷൻ ഉണ്ടായിരിക്കണം. ദെൻ മാനേജീരിയൽ ആൻഡ് ജേർണലിസ്റ്റിക് സ്റ്റാഫ് എബൌട്ട്, അതായത് ഇപ്പോ ബഡ്ജറ്റ്, ഹോസ്പിറ്റലിന്റെ ആ ഒരു ബഡ്ജറ്റിനെ കുറിച്ചും, ദെൻ ടൈം സ്കെയിൽ, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലയൻസുമായിട്ടും അല്ലെങ്കിൽ ബഡ്ജറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് ഉണ്ടായിരിക്കുക. ദെൻ ടൈം സ്കെയിൽ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ടൈം സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പ്രോസസ്സിനും നമ്മൾ എടുക്കുന്ന ടൈമുകൾ എന്തോരമാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ്, അപ്പൊ അതിനുള്ള കാര്യങ്ങളും അതിന്റെ ലക്ഷ്യങ്ങളും ഒബ്ജക്റ്റീവ്സ്, പുതിയ പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമല്ലോ. ഒരു പുതിയ ബിൽഡിംഗ് നമുക്ക് പുതിയൊരു ബിൽഡിംഗ് ഹോസ്പിറ്റലിൽ എടുക്കുകയാണ്, അപ്പൊ അതിന് ഇത്രത്തോളം ടൈം എടുക്കും, അപ്പൊ അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത് അദ്ദേഹമുണ്ട്. പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പേഷ്യൻസിനായിട്ട് നല്ലൊരു പരസ്പര ബന്ധം ഉണ്ടായിരിക്കണം. ദെൻ ബഡ്ജറ്റുകളൊക്കെ കൃത്യമായിരിക്കണം. ദെൻ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിന്റെ ടൈം സ്കെയിലും അതോടൊപ്പം തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സുകളും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ പോയിന്റ്സുകൾ. നമ്മൾ നേരത്തെ ഓൾറെഡി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓരോ പോയിന്റും മീനിങ് മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത എല്ലാവരും വായിക്കണോ?
ഓക്കെ, ഇപ്പൊ നമ്മള് ഫങ്ഷൻസ് വരെ എടുത്തത്. ഇനി നെക്സ്റ്റ് ഈ ഒരു 4 ബോക്സ് കൂടി ഉള്ളൂ. അത് നമ്മൾ ഈ പറഞ്ഞ ഫങ്ഷൻസിൽ, അതായത് പബ്ലിക് റിലേഷൻ ഓഫീസറുടെ ഫങ്ഷൻസ് തന്നെ വീണ്ടും ജസ്റ്റ് കുറച്ചുകൂടി ക്ലാരിഫിക്കേഷനോട് കൂടി ബോക്സ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് 4 ബോക്സ് കൂടി ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത്ര എടുത്തത് ബോറിംഗ് ആണോ, കുഴപ്പമുണ്ടോ? ഇനി കുറച്ചും കൂടി ഉള്ളൂ, ഈ 4 ബോക്സും കൂടി ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. മതിയോ? ബോറിംഗ് ആയോ? ഇച്ചിരി ജനറൽ ആയിട്ടുള്ള ടോപ്പിക് കാരണം കുറച്ച് ബോറിംഗ് ഒക്കെ വന്നേക്കാം കേട്ടോ. ഞാനത് ഓൾറെഡി മുൻകൂട്ടി പറയുകയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുക്കുന്ന അത്രയും ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. കാരണം ഇത് നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫോർട്ട് എടുത്ത് പഠിക്കേണ്ട ഏരിയയാണ്. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മൾ ഇന്ന് എടുത്തത് ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസുകൾ എന്തൊക്കെയാണെന്ന്, കുറച്ചധികം ക്വാളിറ്റീസ് ഉണ്ട്, നമ്മൾ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളുടെ മൈൻഡിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റുന്ന പോയിന്റ്സുകളാണ് അല്ലെ. അപ്പൊ അത് ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം വായിച്ച ഒരാൾക്കാണെങ്കിൽ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യാം. ദെൻ റോൾ ഓഫ് PR ഓഫീസർ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു 4 റോളാണ്. ACPO. ACPO എന്നുള്ളത് മറന്നു പോകരുതും റോളാണ്. ACPO അഡ്വക്കേറ്റ്, കമ്മ്യൂണിക്കേറ്റർ, പ്രോബ്ലം സോൾവർ, ഒപ്പീനിയൻ മാസ്റ്റർ. ഓക്കെ, ദെൻ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ആണ് നമ്മൾ പഠിച്ചത്. 3 ഫങ്ഷൻസ് ആണ് അദ്ദേഹത്തിനുള്ളത്. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് ഈ ഫങ്ഷൻസിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്നും കൂടി എടുത്ത് പറയുന്നത് മാത്രം. ഓക്കെ, പിന്നെ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോ എടുത്തത്ര ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? പറയാട്ടോ, റെസ്പോൺസ് ചെയ്യാട്ടോ, നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അവസരമുള്ളത്. ഓക്കെ, ഓക്കെ ആണ് എല്ലാവരും? ഇച്ചിരി വലിയ ചാപ്റ്റർ ഒക്കെയാണ് എങ്കിലും മാക്സിമം ഞാനത് നിങ്ങളുടേതായ രീതിയിലോട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? പിന്നെ നന്നായിട്ട് പഠിക്കാം കേട്ടോ, നല്ല രീതിയിൽ പഠിക്കണം. കാരണം 3, 4th, 3rd, 4th ഒക്കെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മള് ഫസ്റ്റ്, സെക്കൻഡ് മോഡ്യൂൾ പോലെ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല, കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കണം. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലേ? ചില ചാപ്റ്ററുകൾ എളുപ്പമാണ്, ചില ചാപ്റ്ററുകൾ ഇത്തിരി ലെങ്തി ആണ്. നമ്മൾ തന്നെ കുറച്ച് എഫോർട്ട് എടുത്ത് പഠിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. 4th പോയിന്റ് ഡൗട്ട് ഉണ്ടോ? 4th പോയിന്റ് ഏതായിരുന്നു? പ്രൊമോഷണൽ ഇവന്റ്സ്. ഇപ്പൊ പ്രസ് കോൺഫറൻസ് ഒക്കെ വിളിച്ചു കൂട്ടുക, അല്ലെങ്കിൽ ഓപ്പൺ ഡേ പ്രോഗ്രാംസുകൾ അറേഞ്ച് ചെയ്യുക, ഹോസ്പിറ്റലിലെ എക്സിബിഷൻസുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് അല്ലേ 4th? അതാണോ ചോദിച്ചത്? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് അതുവരെ പഠിച്ചിട്ട് വരാം. പഠിക്കാൻ നന്നായിട്ട് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.